അമരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അമരാവതി ഡാമിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനാണ് ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറുന്നത്. പ്രധാനമായും ഇതൊരു ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ജലസേചനമാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ഈ ഡാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 4 മെഗാവാട്ടോളം വൈദ്യുതിയും ഇപ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. 1957 ആണ് ഈ ഡാം നിർമ്മിച്ചത്. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത, ഈ ഡാമിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യകൃഷി നടത്തുന്നുണ്ട്. 1970കളിൽ ഈ റിസർവോയറിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യ വിളവ് ലഭിച്ചു എന്നതാണ് പ്രത്യേകത. ആദിവാസികൾക്കാണ് മത്സ്യബന്ധന അവകാശം. അമരാവതി നഗർ ട്രൈബൽ ഫിഷർമെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി നോക്കാം. ദക്ഷിണേന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ ഇനം മുതലകൾ ഈ ഡാം റിസർവോയറിലും ഇതിലേക്ക് ഒഴുകിയെത്തുന്ന ചിന്നാർ, തെന്നാർ, പാമ്പാർ നദികളിലുമാണ് വസിക്കുന്നത്. ഈ ഡാമിന് സമീപമാണ് അമരാവതി സാഗർ ക്രോക്കഡൈൽ ഫാമും സ്ഥിതി ചെയ്യുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതമാണ് നാം ഈ കാണുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ആണ്. മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകൾ ഇവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നക്ഷത്ര ആമകളെ കാണുന്ന ഒരു സംരക്ഷിത വനം ആണ് ഇത്. ആനമലൈ ഹിൽസ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പശ്ചിമഘട്ട മലനിരകളിലെ ഒരു മഴനിഴൽ പ്രദേശമാണ് ഇത്. റെയിൻ ഷാഡോ റീജിയൻ. 500 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൾക്കാടുകളും കുറ്റിച്ചെടികളുമാണ് കൂടുതൽ ഉള്ളത്. 8274 അടി ഉയരമുള്ള കുമരിക്കൽ മലയാണ് ഏറ്റവും ഉയരം കൂടിയത്. ചിന്നാർ നദിയും പാമ്പാർ നദിയുമാണ് മുഖ്യ ജലസ്രോതസ്. കുമരിക്കൽ മലയിൽ നിന്നാണ് ചിന്നാർ ഉത്ഭവിക്കുന്നത്. ആനമുടി മലയിൽ നിന്ന് പാമ്പാറും ഉത്ഭവിക്കുന്നു. ചിന്നാറും പാമ്പാറും കബനി, ഭവാനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 4 നദികൾ. നക്ഷത്ര ആമകൾ ഈ വനത്തിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ആന, മുതല, കടുവ, പുള്ളിപ്പുലി, മാൻ, പലതരം പക്ഷികൾ എന്നിവയെല്ലാം ചിന്നാർ വനമേഖലയുടെ വന്യതയ്ക്ക് മനോഹാരിത നൽകുന്നവയാണ്. പുൽമേടുകൾ ധാരാളമുള്ള ഒരു വനമേഖലയാണ് ഇത്. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ വലിയ ഒരു ദൃശ്യ വിരുന്നാണ് ഇത്. കാട്ടുപോത്ത് എന്ന് നാം വിളിക്കുന്ന കാട്ടി ആണ് ഇത്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടി അഥവാ കാട്ടുപോത്ത്. ബോസ്ഗോറസ് എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. വലിയ തലയും കനത്ത മാംസപേശികളും ആണ് ഇവയ്ക്കുള്ളത്. ആൺവർഗത്തെ കറുത്ത നിറത്തിൽ നമുക്ക് തിരിച്ചറിയാം. എന്നാൽ പെൺവർഗത്തിൽപ്പെട്ടവ കാപ്പി നിറത്തിൽ ആയിരിക്കും കാണപ്പെടുന്നത്. അവയുടെ കുഞ്ഞുങ്ങളും കാപ്പി നിറത്തിൽ കാണപ്പെടുന്നു. 1300 കിലോ വരെ ഇവയ്ക്ക് തൂക്കം ഉണ്ടാകും. 2 മീറ്റർ വരെ ഉയരവും ഈ ജീവിക്ക് ഉണ്ട്. ഞങ്ങൾ ബസ് യാത്ര അവസാനിപ്പിച്ചു. ഇനി മറയൂർ, കാന്തല്ലൂർ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ ജീപ്പിലാണ് യാത്ര. ഇത്ര മനോഹരമായ ഒരു ഗ്രാമ ഭംഗി, ഒരു കാർഷിക ഗ്രാമം മറ്റ് എവിടെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് കരിമ്പ്. ലോകപ്രസിദ്ധമായ മറയൂർ ശർക്കരയുടെ ഉത്ഭവം ഈ കരിമ്പ് കൃഷിയിൽ നിന്നാണ്.
ഏറ്റവും ഗുണമേന്മയുള്ള ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ ഇവിടെ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. ഭൗമ സൂചിക പട്ടികയിൽ ഇടം നേടിയ മറയൂർ ശർക്കര ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് പ്രവേശന കവാടം. ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഈ ഗ്രാമത്തിനൊക്കെ. നിങ്ങൾ ആ വീഡിയോയിലേക്ക് നോക്കാം, നേരത്തെ കണ്ടിട്ട് മനസ്സിലാവും എന്താ ഭംഗി. ഭയങ്കര വെള്ളമൊക്കെ വെള്ളം റീൽസാ. വീഡിയോ വീഡിയോ നമ്മൾ പോവുക. ആ
കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ കാവൽപ്പുരകളാണ് ഇത്. മണ്ണുകൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഈ കൊച്ചുപുരകൾ അതീവ ഹൃദ്യമായ ഒരു കാഴ്ചയാണ്. നാം ഇപ്പോൾ ഒരു ഫ്രൂട്ട് ഫാമിലേക്ക് എത്തി. ഇവിടുത്തെ കർഷകർ അവരുടെ കൃഷിസ്ഥലങ്ങൾ വളരെ മനോഹരമായി സംരക്ഷിക്കുന്നതിൽ വിദഗ്ധരാണ്. സ്ട്രോബെറിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം സൂര്യകാന്തി പൂക്കളും കൃഷി ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറികൾ മൂത്ത് പഴുത്ത് വിളവെടുക്കുവാൻ പാകത്തിൽ നിൽക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്. ഇവിടുത്തെ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ കൃഷിയുടെ വൈവിധ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ മറയൂർ ശർക്കര നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലാണ് നാം എത്തിയിരിക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് യൂണിറ്റാണ്. ശർക്കരയുടെ നിർമ്മാണ ഘട്ടങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. കരിമ്പ് ജ്യൂസ് ഈ വലിയ പാത്രത്തിൽ വീഴ്ച ശേഷം 3 മണിക്കൂറോളം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കുറുക്കി പറ്റിക്കുകയാണ്. അങ്ങനെ കുറുക്കി പറ്റിച്ച് തയ്യാറാക്കിയ
ആ കരിമ്പ് ജ്യൂസാണ് തണുക്കുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് വീഴ്ച്ചിട്ടുള്ളത്. ഒരു വലിയ ജാറിൽ ശേഖരിക്കപ്പെട്ട കരിമ്പ് ജ്യൂസാണ് അടുപ്പിൽ ഉള്ള ഈ ചെമ്പിലേക്ക് വീഴുന്നത്. ജ്യൂസിന് കറുത്ത നിറമാണ് ഉള്ളത്. വലിയ ഒരു ടാങ്കിൽ ഉൾക്കൊള്ളുന്ന പോലെ എത്രയോ ലിറ്റർ കണക്കിന് ജ്യൂസാണ് ഈ പാത്രത്തിലേക്ക് വീഴുന്നത്. അതാണ് ഒന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുന്നത്. ഇത് തിളപ്പിക്കുന്നതിനാവശ്യമായ വിറക് അഥവാ കത്തിക്കുന്ന സാധനം ഈ കരിമ്പ് ജ്യൂസാക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ചണ്ടി തന്നെയാണ്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ശർക്കരകൾ ഈ യൂണിറ്റിൽ തന്നെ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. ധാരാളം സന്ദർശകർ ഇവിടെ ഓരോ ദിവസവും വന്ന് ശർക്കര വാങ്ങുന്നു. ഇവർക്ക് പ്രത്യേക പരസ്യങ്ങൾ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. ഇവിടെ നിർമ്മിക്കുന്ന ശർക്കര ഈ യൂണിറ്റിൽ വെച്ച് തന്നെ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുറുക്കി വറ്റിച്ച നീരാണ് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തണുത്ത് കഴിയുമ്പോൾ അത് ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ജ്യൂസ് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. കരിമ്പ് നീര് എടുത്ത ശേഷം ലഭിക്കുന്ന ചണ്ടികളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതാണ് അവിടെ കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ലോകപ്രസിദ്ധമായ മറയൂർ ചന്ദനവനങ്ങളാണ് ഇത്. ഇവിടെ നിൽക്കുന്നത് ധാരാളം ചന്ദനമരങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുടെ ഡെൻസിറ്റി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത്. വളരെ വിശാലമായ ഒരു വനമേഖലയിൽ മുഴുവൻ ധാരാളം ചന്ദനമരങ്ങൾ ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഒരു ചന്ദനമരത്തിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നാം വളരെ അടുത്ത് ഒന്ന് നോക്കുകയാണ്. ഇത് നല്ല വളർച്ചയെത്തിയ ഒരു ചന്ദനമരമാണ്. ഓരോ ചന്ദന മരങ്ങൾക്കും ഇവിടെ നമ്പർ അടിച്ചിട്ടുണ്ട്. വേറെ ഏരിയയിൽ
ഫോറസ്റ്റിലുണ്ട്. നമ്മൾ വണ്ടി ഇട്ടേക്കണ അവിടം വരെ ഉണ്ട് ഈ ഫോറസ്റ്റ്. മോളെ നടന്നതാണ്. നമ്മൾ മുമ്പ് എടുക്കാം. നമ്മുടെ ജീപ്പ് യാത്രയുടെ ഏറ്റവും സാഹസികമായ ഒരു ഭാഗമാണിത്. മുരുകൻ മലയിലേക്കുള്ള ജീപ്പ് യാത്ര. ഇപ്പോൾ മുരുകൻ മലയിലാണ് നാം എത്തിയിട്ടുള്ളത്. വലിയ പാറ കൂട്ടങ്ങൾക്ക് മുകളിൽ കൂടി അതിസാഹസികമായിട്ടാണ് ജീപ്പ് ഇവിടെ ഓടിച്ച് എത്തുന്നത്. ഉല്ലാസയാത്രകൾ കൂടുതൽ ഉല്ലാസകരമാക്കുവാൻ, കൂടുതൽ ഹരം പകരുവാൻ നിങ്ങൾ ആഹോ ഹോളിഡേയ്സുമായി ബന്ധപ്പെടുക. ആഹോ ഹോളിഡേയ്സ് ഒരുക്കുന്ന വിവിധങ്ങളായ ഉല്ലാസയാത്രകളിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കേരളത്തിനകത്തും ഓൾ ഇന്ത്യ ലെവലിലും ഇൻ്റർനാഷണൽ രംഗത്തും നിരവധി യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മഹാശിലായുഗ കാലത്ത് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നുള്ളതിനുള്ളൊരു തെളിവാണ്. അപ്പോൾ ഒരു ചരിത്ര അവശിഷ്ടം ആണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത്. മഹാശിലായുഗ കാലം എന്ന് പറഞ്ഞാൽ BC കാലഘട്ടത്താണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പോലും സംസ്കാര സമ്പന്നരായ ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു. ഇത് അന്നത്തെ കാലത്ത് ശവം അടക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ഇതാണ്. നമുക്ക് കല്ലിൽ പാളികൾ, അന്ന് നമുക്ക് ആയുധങ്ങളില്ല എന്നറിയാം. ശിലായുഗ കാലമാണ്, ഇരുമ്പില്ല. അപ്പോൾ കല്ലും കൊണ്ട് തന്നെ കല്ലിനെ ഇടിച്ച് പാളിയാക്കി നിരത്തി എടുത്ത് കല്ല് തന്നെ ആയുധാക്കി ഇങ്ങനൊരു കല്ലറ ഉണ്ടാക്കിയേക്കുവാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ചരിത്ര പാരമ്പര്യത്തിൻ്റെ ഒരു തെളിവാണ് ഈ മുനിയറകൾ. ഇവ നാം സംരക്ഷിക്കുക തന്നെ വേണം. ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആഹോ ഹോളിഡേയ്സ് ഒരുക്കുന്ന വിവിധങ്ങളായ യാത്രകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു.